ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വേദങ്ങളെ പറ്റിയും ഉപനിഷത്തുകളെ പറ്റിയും ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ഹൗ മെനി വേദാസ് ആർ ദർ ഇൻ ദ ഇന്ത്യൻ ലിറ്ററേച്ചർ ഓഫ് ക്ലാസിക്കൽ ഹിന്ദുയിസം? ഹിന്ദുയിസത്തിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സാഹിത്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര വേദങ്ങളാണുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബേസിക് ലെവലിലുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മൊത്തം എത്ര വേദങ്ങളാണുള്ളത്. 4 വേദങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ലോകത്തുള്ളത്, അല്ലേ? അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് വേദകാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള 4 വേദങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ വേദമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഋഗ്വേദം എന്ന് പറയുന്നത്. ഒന്നാമത്തെ വേദമാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വേദമാണ് സാമവേദം എന്ന് പറയുന്നത്. മൂന്നാമത്തെ വേദമാണ് യജുർവേദം എന്ന് പറയുന്നത്. നാലാമത്തെ വേദമാണ് ഏതെന്ന് പറയുന്നത് അഥർവവേദം എന്ന് പറയുന്നത്. എന്നിങ്ങനെ 4 വേദങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ വേദകാലഘട്ടത്തിൽ രൂപപ്പെട്ട വേദങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുള്ളത്. ഇത് ഓരോന്നും എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണെന്നുള്ളതെല്ലാം എന്ത് ചെയ്യാം ഈ വഴിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും എത്ര വേദങ്ങളുണ്ട്? 4 വേദങ്ങളുണ്ട്. ആ 4 പേരും കൂടെ ഒന്ന് ഓർത്തിരിക്കുക: ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്ന് കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം അതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ദ വേദാസ് ആർ കൺസിഡേർഡ് ദ ഏർലിയസ്റ്റ് ലിറ്റററി റെക്കോർഡ് ഓഫ് ഇന്തോ ആര്യൻ സിവിലൈസേഷൻ. ഇന്തോ ആര്യൻ സിവിലൈസേഷൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പഴയ ലിറ്റററി റെക്കോർഡാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വേദങ്ങൾ എന്ന് പറയുന്നത്. ദർ ആർ 4 വേദാസ്. മൊത്തം എത്ര വേദങ്ങളാണുള്ളത്? 4 വേദങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഋഗ്വേദമാണ്, രണ്ടാമത്തേത് സാമവേദമാണ്, മൂന്നാമത്തേത് യജുർവേദാണ്, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു നാലാമത്തെ വേദം എന്ന് പറയുന്നത് ഏതാണ്, അത് അഥർവവേദമാണ്. അഥർവവേദമാണ് ഇതെന്ന് പറയുന്നത് നാലാമത്തെ വേദം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് പോലെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നിരിക്കലും ഞാനൊരു റിവിഷൻ എന്നുള്ള രീതിയിൽ പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. ഋഗ്വേദം ആദ്യത്തെ വേദമാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും പഴയ വേദമാണ് ഇതെന്ന് പറയുന്നത് ഋഗ്വേദം എന്ന് പറയുന്നത്, അല്ലേ? രണ്ടാമത്തെ വേദമായിട്ടുള്ള സാമവേദം എന്ന് പറയുന്നത് ഇതിനെ പറ്റിയിട്ടുള്ളതാണ്, മ്യൂസിക്കിനെ പറ്റിയിട്ടുള്ളതാണ്. സംഗീതവുമായി ബന്ധപ്പെട്ട വേദമാണ് ഇതെന്ന് പറയുന്നത് സാമവേദം എന്ന് പറയുന്നത്. അപ്പം മ്യൂസിക്, സംഗീതം, ആ അല്ലെങ്കിൽ സാ തന്നെ ഓർക്കാനും ഞാൻ പറയാം. സരിഗമയിലും സായുണ്ട്, സംഗീതത്തിലും സായുണ്ട്, എല്ലാത്തിലും സായുണ്ട്. സോ സാമവേദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തതാണ് ഏതെന്ന് പറയുന്നത് യജുർവേദ എന്ന് പറയുന്നത്. യജുർവേദ എന്ന് പറയുമ്പോൾ ഞാൻ യാ എന്ന് ഓർക്കാനാണ് പറയാറുള്ളത്. യാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനിൽ എങ്ങനെ ഉണ്ടാവാറുണ്ട്, സാക്രിഫൈസസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് മക്കളെ, ഇപ്പം നമ്മുടെ അശ്വമേധ യാഗം, അങ്ങനെയുള്ള പല പല യാഗങ്ങൾ നമ്മൾ കേൾക്കാറില്ലേ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് യജുർവേദം എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് ഏതെന്ന് പറയുന്നത് അഥർവവേദം എന്ന് പറയുന്നത്. അഥർവവേദത്തിൽ ആക്ച്വലി മന്ത്രങ്ങളും മരുന്നുകളും ഒക്കെയാണ്. ചാംസ് ആൻഡ് സ്പെൽസ് അഗെയിൻസ്റ്റ് ഡിസീസസ് എന്നാണ് നമ്മൾ പറയുക. മന്ത്രങ്ങളുണ്ട്, അതുപോലെ അസുഖങ്ങൾക്കെതിരെയുള്ള മരുന്നുകളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന വേദമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ അഥർവവേദം എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു പോയിന്റ്, ഓപ്ഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശില്പവേദമുണ്ട്, ആയുർവേദമുണ്ട്, ധനുർവേദമുണ്ട്. ഇതിൽ ശില്പവേദം എന്ന് പറയുന്നതും ആക്ച്വലി എന്താണ്, അഥർവവേദത്തിന്റെ ഒരു ഉപവേദമാണ്. ശില്പവേദം എന്ന് പറയുന്നത് അഥർവവേദത്തിന്റെ ഒരു ഉപവേദമാണ് എന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ബാക്കി പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ആയുർവേദം ഉണ്ട്. ആയുർവേദം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ആയുർവേദം ആക്ച്വലി അഥർവവേദത്തിന്റെ ഉപവേദം തന്നെയാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ എങ്ങനെയും കാണാറുണ്ട്, ഋഗ്വേദവും ഓപ്ഷനിൽ കാണാറുണ്ട്. അപ്പോൾ ഏതാണോ കറക്റ്റ് ആയിട്ട് വരുന്നത് അത് പിക്ക് ചെയ്യുക. ആയുർവേദം എന്ന് പറയുന്നത് ഋഗ്വേദത്തിന്റെ ഉപവേദവും ആവാം, അല്ലെങ്കിൽ അഥർവവേദത്തിന്റെ ഉപവേദവും ആവാം. ഏതാണ് ഓപ്ഷനിലുള്ളതെന്ന് നോക്കി തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു ധനുർവേദം തന്നിട്ടുണ്ട്, അല്ലേ? ഈ 4 വേദം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നല്ലോ. ഏറ്റവും മെയിനായിട്ട് 4 വേദങ്ങളേ ഉള്ളൂ: ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്ന് പറയുന്നത്. ഇതല്ലാതെ അതിന് പലതിനും ഉപവേദങ്ങളും അതുപോലെ സബ്ബായിട്ടുള്ള കാര്യങ്ങളും അല്ലാണ്ട് അതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ധനുർവേദം എന്ന് പറയുന്നത് ആക്ച്വലി യജുർവേദത്തിന്റെ ഉപവേദമാണ്. യജുർവേദത്തിന്റെ ഉപവേദമാണ് ഏതെന്ന് പറയുന്നത് ധനുർവേദ എന്ന് പറയുന്നത്. ധനു എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അമ്പും വില്ലും എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. ധനുർ അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താണ്, അമ്പും വില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ധനുർ എന്ന് പറയുന്ന വാക്കിനർത്ഥം അമ്പ്, വില്ല് എന്നൊക്കെ ആയതുകൊണ്ട് തന്നെ വാർഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ആർച്ചറി, അമ്പും വില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു ഉപവേദമാണ് ഏതെന്ന് പറയുന്നത് ധനുർവേദം എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്, ചോദ്യം പറഞ്ഞതൊന്നും ആയിരുന്നില്ല.
ചോദിച്ചിട്ടില്ല. ആകപ്പാടെ 4 വേദത്തിൽ നാലാമൻ ഏതാന്നുള്ളതാണ് ചോദിച്ചത്. അതിലൊന്ന് ഋഗ്വേദമാണ്, 2 സാമവേദമാണ്, 3 യജുർവേദമാണ്, നാലാമത്തവൻ അഥർവവേദമാണെന്നും എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. ഇതിൽ ഋഗ്വേദമാണ് ഏറ്റവും പഴയ വേദം എന്ന് പറയുന്നത്. സാമവേദം എന്ന് പറയുന്നത് സംഗീതവുമായിട്ട് സ എന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കണക്ട് ചെയ്തു. യജുർവേദം എന്ന് പറയുന്നത് യാ എന്ന് നമ്മൾ കണക്ട് ചെയ്തു. സാക്രിഫൈസസുമായി, യാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റത്തെ വേദമായിരുന്നു അഥർവവേദം. അതിൽ ഈ മറ്റേ മരുന്നും മന്ത്രവും അതുപോലുള്ള പരിപാടികളൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ശില്പവേദമാണെങ്കിൽ അത് അഥർവവേദത്തിന്റെ ഉപവേദമാണ്. ആയുർവേദമാണെന്നുണ്ടെങ്കിൽ അത് ഋഗ്വേദത്തിന്റെയും ആവാം അഥർവവേദത്തിന്റെയും ആവാം. ഓപ്ഷൻ അനുസരിച്ച് ഞാൻ നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ധനുർവേദം എന്ന് പറയുന്നത് വാർഫെയറിനെയും ആർച്ചറിയെയും പറ്റി, അമ്പെയ്ത്തിനെയൊക്കെ പറ്റി സംസാരിക്കുന്ന വേദമാണ്, ഉപവേദമാണ്. അത് ഏതിന്റെ ഉപവേദമാണ്? യജുർവേദത്തിന്റെ ഉപവേദമാണെന്നും എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു. ഇനി വേണമെങ്കിൽ ഒരു ഉപവേദം കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സാമവേദത്തിന്റെ സംഗീതവുമായി ബന്ധപ്പെട്ടതല്ലേ, അതുമായി ബന്ധപ്പെട്ടൊരു ഉപവേദമാണ് ഏതെന്ന് പറയുന്നത്? ഗന്ധർവവേദ എന്ന് പറയുന്നത്. സാമവേദത്തിന്റെ ഉപവേദമാണ് ഏതെന്ന് പറയുന്നത്? ഗന്ധർവവേദ എന്ന് പറയുന്നത്. നമ്മൾ ഗാനഗന്ധർവൻ ഒക്കെ നമ്മൾ പറയാറില്ലേ? ഗന്ധർവന്മാർ എന്താണ്, നന്നായിട്ട് പാട്ടൊക്കെ പാടാൻ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ അത് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ഗാനഗന്ധർവൻ എന്നൊക്കെ പറയുന്ന പോലെ ഗന്ധർവവേദ എന്ന് പറയുന്നത് ഏതിന്റെ ഉപവേദമാണ്? സാമവേദത്തിന്റെ ഉപവേദമാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ല്ലേ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാലോ. അടുത്ത ചോദ്യം നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണ് പറയുന്നത്. ധനുർവേദ ഈസ് ദ ഉപവേദ ഓഫ് യജുർവേദ. ധനുർവേദ എന്ന് പറയുന്നത് യജുർവേദത്തിന്റെ ഉപവേദമാണ്. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിലുള്ള 2 കാര്യങ്ങളുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ധനുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർച്ചറി അല്ലെ, അമ്പെയ്ത്തുമായിട്ട് അല്ലെങ്കിൽ ബോ എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ബന്ധപ്പെട്ടിരിക്കുന്ന 2 കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചത്, ഒന്ന് വാർഫെയർ യുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ആർച്ചറി. യുദ്ധം എന്ന് പറയുമ്പോൾ അതിൽ എന്ത് വന്നു? ആർച്ചറി അല്ലെങ്കിൽ അമ്പെയ്ത്ത് വന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിതിൽ സംസാരിക്കുന്നത് എന്ന് എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞിരുന്നു. ശാസ്ത്രീയമായി അന്നത്തെ കാലത്ത് അമ്പെയ്ത്തിനെ പറ്റി സംസാരിച്ചിരുന്ന, യുദ്ധമുറകളെ പറ്റി സംസാരിച്ചിരുന്ന വേദമാണ് ഇതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ യജുർവേദത്തിന്റെ ഉപവേദമാണ് ഇതെന്ന് പറയുന്നത് ധനുർവേദം എന്ന് പറയുന്നത്. നോക്കുക, ആർട്ട് ഓഫ് വാർഫെയർ ശരിയായിരിക്കണ്ടേ അല്ലേ? ആർക്കിടെക്ചർ അല്ല, ആർട്ട് ആൻഡ് മ്യൂസിക് അല്ല, മെഡിസിനും അല്ല. അപ്പോൾ ആകെപ്പാടെ കറക്റ്റ് ആയിട്ടുള്ള ഒരൊറ്റ ഉത്തരവുള്ളത് ഏതാണ്? അത് ആർട്ട് ഓഫ് വാർഫെയർ ആണ്. അപ്പോൾ ധനുർവേദം എന്ന് പറയുന്നത് യജുർവേദത്തിന്റെ ഉപവേദമാണ്. ഒന്നാമതായിട്ട് നിങ്ങൾ ഓർക്കേണ്ടുന്ന പോയിന്റ്. രണ്ടാമതായിട്ട് ഓർക്കേണ്ടുന്ന പോയിന്റ്, അതിൽ സംസാരിക്കുന്നത് വാർഫെയർ ആൻഡ് ആർച്ചറിയെ പറ്റി, യുദ്ധങ്ങളെ പറ്റിയും അതുപോലെ അമ്പെയ്ത്തിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നതെന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാലോ. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ ഓൾഡസ്റ്റ്? അവിടെ തന്നെ നമുക്ക് കിട്ടും. ആൻഡ് ബിഗ്ഗസ്റ്റ് എമംഗ് ഓൾ ദ 4 വേദാസ്. താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും പഴയതും ഏറ്റവും വലുതും. അതിപ്പോൾ ഒരു പുതിയ അറിവായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ? ഏറ്റവും വലിയ വേദം ഏതാണ് എന്ന് ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഏറ്റവും പഴയ വേദമായാലും ഏറ്റവും വലിയ വേദമായാലും അത് ഇത് തന്നെയാണ്, അത് ഋഗ്വേദം തന്നെയാണ്. കാരണം നമുക്ക് ഓൾറെഡി അറിയാം ഏറ്റവും ആദ്യത്തെ വേദമാണ് അല്ലെങ്കിൽ ഏറ്റവും പഴയ വേദമാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഋഗ്വേദം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, വിച്ച് വേദ ഇസ് ദ ലാർജസ്റ്റ്? വീണ്ടും പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോൾ തന്നെ കിട്ടി. തൊട്ട് മുമ്പ് പറഞ്ഞതേ എന്തിനാ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുന്നുള്ള ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, SSC റെയിൽവേ പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ ചോദിക്കുന്നത് വിച്ച് വേദ ഇസ് ദ ലാർജസ്റ്റ്. അത്രയും കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു, നമ്മളിനി ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ വേദ ഏതാണ്? പരിപാടി കഴിഞ്ഞു, നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷനിൽ ഏതാണെന്നുള്ളത് നോക്കി മാർക്ക് ചെയ്യാന്നുള്ളതിൽ ഓപ്ഷനിൽ ഏതാണ്? രണ്ടാമത്തേതാണ്, ഋഗ്വേദമാണ്. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഇത്രയും വായിച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലും ബാക്കി വായിച്ചിട്ട് അതിലേതെങ്കിലും പോയിന്റുകൾ ഉണ്ടോ, അതിനി ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്കെച്ച് ചെയ്യണം. കാരണം എപ്പോഴും SSC പരീക്ഷകളായാലും RRB പരീക്ഷകളായാലും ചോദ്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ പോയിന്റുകൾ വീണ്ടും ആവർത്തിക്കാറുണ്ട് എന്നുള്ള, ഒരുപാട് വട്ടം വീണ്ടും 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 ആവർത്തിക്കാറുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്, നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇവിടെ വിച്ച് വേദ ഇസ് ദ ലാർജസ്റ്റ്, നമ്മുടെ ആൻസർ കിട്ടി ഋഗ്വേദ. നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുകയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ബാക്കി വായിക്കണം. ആൻഡ് കൺസിഡർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദ കളക്ഷൻ. അതും ഓക്കെ, ആദ്യത്തേതാണ്, ലാർജസ്റ്റ് മാത്രമല്ല ആദ്യത്തേതാണ് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും എന്തുണ്ട്, പ്രാധാന്യമുണ്ട്. കണ്ടെയ്നിങ് 1028 ഹിംസ്. ഓർക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. ഋഗ്വേദത്തിൽ എത്ര ഹിംസ് ഉണ്ട്? ഋഗ്വേദത്തിൽ എത്ര ഹിംസ് ആണുള്ളത്? 1028 ഹിംസ് അല്ലെങ്കിൽ മന്ത്രങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത്, ആൻഡ് ഡിവൈഡഡ് ഇൻറ്റു 10 ബുക്സ് കോൾഡ് മണ്ഡലാസ്. എത്ര മണ്ഡലങ്ങളാണുള്ളത്, എത്ര ചാപ്റ്ററുകളാണുള്ളത്, എത്ര ഭാഗങ്ങളാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഗ്വേദത്തിനകത്ത് 1028 ഹിംസും അതുപോലെ 10 മണ്ഡലങ്ങൾ അല്ലെങ്കിൽ 10 ചാപ്റ്റർ
ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 10 ബുക്കുകളാണുള്ളതെന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്, അതിന് ഒഴിവാക്കരുത്, അത് ചോദിക്കും. അപ്പോൾ ഋഗ്വേദം ആദ്യത്തെ വേദമാണ്, ഏറ്റവും പഴക്കം ചെന്ന വേദമാണ്, ഏറ്റവും വലിയ വേദമാണ്. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചു അതിൽ 1028 ഹിംസ് ഉണ്ട്, അതിൽ 10 മണ്ഡലങ്ങളുണ്ട് എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാലോ. അടുത്ത ചോദ്യം, ഋഗ്വേദ കൺസിസ്റ്റ് ഓഫ് എ കളക്ഷൻ ഓഫ്. അപ്പൊ നമുക്ക് ഋഗ്വേദത്തിൽ എന്താ ഉള്ളതെന്നാ ചോദിച്ചേക്കുന്നത്. നമുക്ക് പറയുന്ന കാര്യമുണ്ട്, 1028 ഹിംസ് വന്നാൽ നമ്മുടെ കറക്റ്റ് ആൻസർ ആണ്, 10 മണ്ഡലാസ് വന്നാൽ നമ്മുടെ കറക്റ്റ് ആൻസർ ആണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന എന്ത് തന്നെയാണ്, പക്ഷേ എന്നല്ല, നമുക്ക് വന്നിരിക്കുന്ന എന്ത് തന്നെയാണ്, ഈ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എത്ര ഹിംസ് ഉണ്ട്? 1028 ഹിംസ് ഉണ്ട്. 10 മണ്ഡലാസ് എന്ന് വന്നാലും എന്ത് തന്നെയാണ്, കറക്റ്റ് തന്നെയാണ്. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ ഇത് ചോദ്യമായിട്ട് ചോദിക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു പരീക്ഷയിൽ വരുന്ന ചോദ്യം അതേപോലെ അവർ ഒരിക്കലും ആവർത്തിക്കില്ലായിരിക്കും. പലരും ഇപ്പം സംശയമായിട്ട് ചോദിക്കുന്നതാണ് PYQ അതുപോലെ ചോദിക്കുക എന്നുള്ളത്. ഇല്ല, PYQ അതുപോലെ ചോദിക്കുക എന്നുള്ളത് ഒരു 50% സാധ്യതയുള്ളൂ. അപ്പോഴും 50 ഉണ്ട് കേട്ടോ. അതേപോലെ എടുത്ത് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്ത് ചെയ്യും, ചോദിക്കും. ഇല്ലെങ്കിൽ ചോദ്യത്തിൽ തന്നെ ചോദിക്കും. ഞാൻ പൊതുവെ പറയാറുള്ള, നമ്മൾ തമാശയായിട്ട് നമ്മുടെ മറ്റേ അണ്ണൻ തമ്പി എന്ന് പറയുന്ന മമ്മൂട്ടി ഡബിളായിട്ട് ചെയ്തൊരു സിനിമ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ സലീം കുമാർ പറയില്ലേ, കറുത്ത പുള്ളിയിട്ട് വെച്ചത് ഒരാൾ, മറ്റേത് പുള്ളി ഇടാത്ത മറ്റൊരുത്തൻ, അങ്ങനെ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വരുന്നത്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ഉള്ളത് തന്നെയാണ്, ഈ സാധനം എന്താ പറയുക, ഇത് ഓൾറെഡി വന്നിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് എന്താ ചെയ്തിരിക്കുന്നത്, മറ്റൊരു രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഒരു വർഷം ചോദിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചേക്കുന്നത് ഏതാണ് ഏറ്റവും വലുത്, ഏതാണ് ഏറ്റവും പഴയത്, അതിൽ 1028 ഹൈംസ് ഉണ്ട്, 10 മണ്ഡലങ്ങളുണ്ട്. തൊട്ട് അടുത്തൊരു ഷിഫ്റ്റിലോ അല്ലെങ്കിൽ വേറൊരു പരീക്ഷയിലോ ചോദിച്ചിരിക്കുന്ന ഋഗ്വേദത്തിൽ എത്ര ഹൈംസ് ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. ഋഗ്വേദത്തിൽ എത്ര ഹൈംസ് ഉണ്ട്? ഋഗ്വേദത്തിൽ 1028 ഹൈംസും 10 മണ്ഡലങ്ങളുണ്ട്. ഒരു എക്സ്ട്രാ പോയിന്റ് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഇതിനകത്ത് 10600 വേഴ്സസ് വരികളാണുള്ളതെന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. 1028 ഹൈംസ്, 10 മണ്ഡലങ്ങൾ, 10600. ഈ 10600 ഞാൻ ഇന്നേവരെ എവിടെയും ചോദിച്ച് കണ്ടിട്ടില്ല. സ്റ്റിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക എത്ര ഉണ്ട് എന്നുള്ളത്, 10600 ഉണ്ടെന്നുള്ളത്. പക്ഷേ 1028 ഹൈംസും ഈ പറയുന്ന 10 മണ്ഡലങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യാതിരിക്കുക, മറക്കാതെ ഇരിക്കുക. ഇതേ അടുത്തത്, വിച്ച് വേദ ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് വേഴ്സസ്. പറയാൻ മാത്രമൊന്നുമില്ല, ഏറ്റവും കൂടുതൽ വേഴ്സസ് ഉള്ള വേദം എന്ന് പറയുന്നത് ഏത് തന്നെയായിരിക്കണം, അത് നമ്മുടെ ഋഗ്വേദം തന്നെയായിരിക്കണം. അതിലധികം സംശയമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ വേഴ്സസ് ഉള്ള വേദം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ഋഗ്വേദമാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. എണ്ണം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ നമ്മളത് ഓൾറെഡി പറഞ്ഞു, അത് എത്രയാണ്, 10600 ആണെന്നും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം ഇതാണ്, ദ ഐത്രേയ ഉപനിഷത്ത് belongs to the 4th, 5th and 6th chapters of the second book of Aitreya Aranyaka. ഇത് വായിക്കുമ്പോൾ ഇത്തിരി കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. പക്ഷേ ഈ ഐത്രേയ ആരണ്യക അല്ലെങ്കിൽ ആരണ്യക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആരണ്യകം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കാടിൻ്റെയൊക്കെ പര്യായ പദമായിട്ട് പഠിക്കുന്നതാണ് അല്ലേ. ഇത് പണ്ട് ഈ ഗുരുവിൻ്റെയൊക്കെ അടുത്ത് ചെന്ന് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, താമസിച്ച് പഠിക്കുന്ന കാലത്ത് കുട്ടികൾക്ക് അവർക്ക് പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഈ വേദങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് എന്തുണ്ടായിരുന്നത്, ആരണ്യകം ഉണ്ടായിരുന്നത്. എക്സാക്ട്ലി ഇങ്ങനെയല്ല, ടെക്നിക്കലി ഞാനിപ്പോൾ ഈ പറഞ്ഞത് 100% കറക്റ്റ് അല്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട അന്നത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ളൊരു സാധനമാണ് ഇതെന്ന് പറയുന്നത്, ആരണ്യകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആരണ്യകങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത്, ഐത്രേയ ആരണ്യകം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഐത്രേയ ആരണ്യകം അല്ലെങ്കിൽ ഈ ഐത്രേയ ഉപനിഷത്തൊക്കെ എന്തിൻ്റെ ഭാഗമാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അഥർവവേദമാണോ, സാമവേദമാണോ, ഋഗ്വേദമാണോ, യജുർവേദമാണോ, ഏതിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഋഗ്വേദത്തിൻ്റെ ഭാഗമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഞാൻ പറഞ്ഞു, ഉപനിഷത്തുകളെന്നും ആരണ്യകങ്ങളെന്നും പറയുമ്പോൾ 100% വേദം തന്നെയല്ല, ആ വേദത്തെ ബേസ് ചെയ്തുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ. അതായത് കാലം ചെല്ലുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യും, ഓരോ ടോപ്പിക്കിനെ പറ്റി തന്നെ പല പല പുസ്തകങ്ങൾ എന്ത് ചെയ്യും, എഴുതപ്പെടും അല്ലേ. അപ്പം അതുപോലെ വേദങ്ങൾ അധിഷ്ഠിതമായി ഉണ്ടായതാണെന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പക്ഷെ മക്കളെ, ഇവിടെ നിങ്ങളൊന്ന് ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഐത്രേയ ഉപനിഷത്ത് ബിലോങ്സ് ടു 4th, 5th and 6th ചാപ്റ്റേഴ്സ് ഓഫ് ദ ഐത്രേയ ആരണ്യക. അതുവരെ കുഴപ്പമൊന്നുമില്ല. ഐത്രേയ ഉപനിഷത്ത് ഉള്ളത് ഐത്രേയ ആരണ്യത്തിൻ്റെ 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും ചാപ്റ്ററുകളിലാണ്, 2ാമത്തെ ബുക്കിലാണെന്നുള്ളതൊക്കെ ഓക്കെയാണ്. ഓഫ് ദ ഡാഷ് അത് ഋഗ്വേദത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലായി. ആൻഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഓൾഡസ്റ്റ് ഉപനിഷത്ത്. അതൊന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും പഴക്കം ചെന്ന ഉപനിഷത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിട്ടാണ് നമ്മളിനി പറയേണ്ടത്, ഐത്രേയ ഉപനിഷത്തായിട്ടാണ് പറയേണ്ടത്. പക്ഷെ ഒപ്പം തന്നെ പറഞ്ഞോട്ടെ, ഇതിന് എക്സെപ്ഷൻസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഓൾറെഡി ഇവർ ചോദിച്ച ചോദ്യം ആയതുകൊണ്ടും ഇതുപോലെ ഇനി ചോദിച്ചാൽ നമുക്കത് പറയാനൊരു പോയിന്റ് ഉള്ളതുകൊണ്ടും എന്ത് ചെയ്യുക, തൽക്കാലം നിങ്ങൾ ഐത്രേയ ഉപനിഷത്ത് തന്നെ ഏറ്റവും പഴയ ഉപനിഷത്തായിട്ട് എന്ത് ചെയ്യുക,
ഓർത്ത് വെക്കുക. ചോദിച്ചാൽ നമുക്ക് പറയാം, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷെ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സെപ്ഷൻസ് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഐത്രേയ ഉപനിഷത്ത് എന്ന് നമ്മൾ പറഞ്ഞു, ഐത്രേയ ആരണ്യകം നമ്മൾ പറഞ്ഞു. എന്താണ് ഈ ആരണ്യകം എന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് വേദങ്ങളും ഉപനിഷത്തുകളും പോലെ മറ്റൊരു സാധനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണെന്ന് എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. അതെല്ലാം ഉള്ളത് ഈ ഐത്രേയ ഉപനിഷത്തായാലും ഐത്രേയ ആരണ്യകമായാലും ഉള്ളത് ഇതിൽ തന്നെയാണ്. നമ്മുടെ ഋഗ്വേദത്തിലാണെന്നും എന്ത് ചെയ്യുകയുണ്ടായി, ഞാൻ പറയുകയുണ്ടായി. എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേദ ഈസ് ഓൾസോ കാൾഡ് ദ ബുക്ക് ഓഫ് സോങ്? താഴെ തന്നിട്ടുള്ളതിൽ ഏത് വേദമാണ് ബുക്ക് ഓഫ് സോങ്, പാട്ടിൻ്റെ പുസ്തകം, അല്ലെങ്കിൽ വേദ ഓഫ് ചാൻഡ്? ചാൻഡിങ് എന്ന് വെച്ചാൽ നമുക്കറിയാം പാടുക എന്നുള്ള അർത്ഥത്തിലാണ്. വേദ ഓഫ് ചാൻഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, ഓർ ഈവൻ യോഗ ഓഫ് സോങ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. മക്കളിങ്ങനെ 3 വിശേഷണമൊക്കെ ഒരു ചോദ്യത്തിൽ വരിക എന്നുള്ളത് വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇത് 3 തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇനി ഇത് 3 ചോദ്യമായിട്ട് എന്ത് ചെയ്യും, പലവട്ടം ആവർത്തിക്കുന്നത് തന്നെയാണ്. അങ്ങനെ അധികം കണ്ടിട്ടുള്ള ഒരു ചോദ്യമല്ല, പക്ഷെ വളരെ ഈസിലി നമുക്ക് പറയാൻ പറ്റും. വേദം, പാട്ട്. അങ്ങനെയാണെങ്കിൽ വേദവും പാട്ടുമായി ബന്ധപ്പെടുത്തിയാൽ നമുക്ക് അറിയുന്ന ഒറ്റ പേരേ ഉള്ളത് ഏതാണ്? അത് സാമവേദമാണ്. ഇത് നമുക്ക് ഇതൊന്ന് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കണം, ബുക്ക് ഓഫ് സോങ് എന്ന് ചോദിച്ചാലും വേദ ഓഫ് ചാൻറ്റുകൾ എന്ന് ചോദിച്ചാലും യോഗ ഓഫ് സോങ് എന്ന് ചോദിച്ചാലും എല്ലാത്തിനും ഒരൊറ്റ ഉത്തരവുള്ളത് ഏത് തന്നെയാണ്? അത് സാമവേദമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ബുക്ക് ഓഫ് സോങ് ആയാലും വേദ ഓഫ് ചാൻഡ് ആയാലും, ചാൻറ്റുകളുടെ വേദ എന്നായാലും യോഗ ഓഫ് സോങ് എന്നായാലും 3 വിശേഷണങ്ങളും ആരെ പറ്റിയാണ് പറയുന്നത്? നമ്മുടെ സാമവേദം, സംഗീതത്തെ പറ്റി സംസാരിക്കുന്ന, മ്യൂസിക്കിനെ പറ്റി സംസാരിക്കുന്ന സാമവേദത്തെ പറ്റിയാണ് പറയുന്നത്. എന്ത് ചെയ്യുക, മറക്കാതെ ഇരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേദാസ് ഈസ് എ ബുക്ക് ഓഫ് റിച്വൽസ്? റിച്വൽസുമായി ബന്ധപ്പെട്ട വേദം ഏതാണ്? ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാക്രിഫൈസസുമായി ബന്ധപ്പെട്ട വേദം, യാഗങ്ങളുമായി ബന്ധപ്പെട്ട വേദം. അശ്വമേധ യാഗം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു ആചാര അനുഷ്ഠാനം പോലെയാണ് അല്ലേ? അപ്പം അത്തരത്തിൽ ബുക്ക് ഓഫ് റിച്വൽസ് എന്നറിയപ്പെടുന്ന വേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുടച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ വേദത്തിൻ്റെ പേര് യജുർവേദം എന്നായിരിക്കണം അല്ലേ? അത് അഥർവവേദമോ സാമവേദമോ ഋഗ്വേദമോ അല്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം അഥർവവേദം മെഡിസിൻസ് ആൻഡ് ചാംസ് ആണ്, അസുഖങ്ങൾക്കെതിരെയുള്ള മരുന്നും മന്ത്രമൊക്കെയാണ്. സാമവേദം മ്യൂസിക് ആണ്. യജുർവേദം യാഗങ്ങൾ അല്ലെങ്കിൽ സാക്രിഫൈസ് ആണ്. ഋഗ്വേദം ഏറ്റവും പഴയതാണ്. സോ ഒബ്വിയസ്ലി ഇവിടെ ആൻസർ എന്ത് വന്നേ പറ്റൂ? ബുക്ക് ഓഫ് റിച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗങ്ങളുമായി ബന്ധപ്പെട്ടത്, സാക്രിഫൈസസുമായി ബന്ധപ്പെട്ടത് യജുർവേദമായേ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതേ മറ്റൊരു രീതിയിൽ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഓഫ് ദ 4 വേദാസ് ഈസ് നോൺ ആസ് വേദ ഓഫ് സാക്രിഫിഷ്യൽ ഫോർമുലാസ്? യാഗങ്ങൾ ചെയ്യാനുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന വേദം. ആൻഡ് കണ്ടെയ്ൻസ് പ്രോസ് ഫോർമുലാസ് അപ്ലിക്കബിൾ ടു വേരിയസ് റൈറ്റ്സ്. ചെയ്യാനുള്ള പല എന്താ പറയുക കാര്യങ്ങൾ ചെയ്യാനുള്ള, അനുഷ്ഠാനങ്ങൾ ചെയ്യാനുള്ളതിനുള്ള എന്താ പറയുക രീതികൾ. എലോങ് വിത്ത് വേഴ്സസ് ഇന്റൻഡഡ് ഫോർ എ സിമിലർ പർപ്പസ്. കാര്യമൊന്നുമില്ല, ബാക്കിയൊക്കെ ഗ്യാസാണ്. ഇത്രയും നമ്മൾ ആലോചിച്ചാൽ മതി. സാക്രിഫിഷ്യൽ ഫോർമുലാസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ബന്ധപ്പെട്ടതുമായി ചോദിച്ചിട്ടുള്ള വേദം ഏതാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കണ്ണുടച്ച് പറയാൻ പറ്റും. അത് ഏത് വേദമാണ്? അത് യജുർവേദമാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതേ അടുത്ത ചോദ്യം, യജുർവേദ ഈസ് ഡാഷ് ഫോൾഡ്. യജുർവേദ എത്ര മടങ്ങുണ്ട് അല്ലെങ്കിൽ എത്ര ചാപ്റ്റേഴ്സിൻ്റെ എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം യജുർവേദത്തിൽ എത്ര ടൈപ്പുകളുണ്ട്? 2 ടൈപ്പുകളുണ്ട്. അതിൽ കൃഷ്ണവേദം എന്നും നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ കൃഷ്ണ എന്നും ഒരു വിഭാഗത്തെ നമ്മൾ പറയാറുണ്ട്. മറ്റൊരു വിഭാഗത്തെ നമ്മൾ ശുക്ല എന്നും പറയാറുണ്ട്. ഇതിനൊരു എക്സ്പ്ലനേഷൻ ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്കിത് ശരിയാണോന്ന് അറിയില്ല. കൃഷ്ണ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ബ്ലാക്ക് എന്നാണ് പറയാറുള്ളത്. അതായത് ദുർമന്ത്രവാദം അതുപോലത്തെ പരിപാടികളില്ലേ, അതൊക്കെയാണ് കൃഷ്ണ അല്ലെങ്കിൽ ബ്ലാക്കിൽ വരുന്നത്. ശുക്ല എന്ന് പറയുന്നത് വൈറ്റ് ആണ്. വെള്ള എപ്പോഴും നല്ലതെന്നുള്ള അർത്ഥത്തിലാണല്ലോ. ഇപ്പം അതിൻ്റെ കാലമല്ല, ഇപ്പം നമുക്കറിയാം അതൊക്കെ മാറി വരണം. എന്നിരിക്കലും പണ്ടത്തെ ഒരു രീതി ആയതുകൊണ്ട് ബ്ലാക്ക് എന്ന് പറയുന്നത് കറുത്ത രീതി, ദുർമന്ത്രവാദം എന്നുള്ള അർത്ഥത്തിലും, വൈറ്റ് എന്ന് പറയുന്നത് മര്യാദയ്ക്കുള്ള യാഗങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളതും, കൃഷ്ണ എന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുക ദുർമന്ത്രവാദം, പുറമെ അങ്ങനെ പറയാത്ത ബാക്കി പരിപാടികൾ ചെയ്യുന്നതുമാണ് കൃഷ്ണയിൽ വരുന്നത്. എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ പറയുന്ന യജുർവേദം 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അതിലൊന്ന് കൃഷ്ണയാണ്, ഒന്ന് ശുക്ലയാണ്. കൃഷ്ണ എന്ന് പറയുന്നതായാലും ശുക്ല എന്ന് പറയുന്നതായാലും അത് യജുർവേദത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. വീണ്ടും ചോദിച്ചിട്ടുണ്ട് യജുർവേദ ഡീൽസ്. മക്കളെ, വേദങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹോട്ട് ടോപ്പിക്കാണ്. വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുക അവർ അല്ലേ?
യജുർവേദ ഡീൽസ് വിത്ത് ദ റിച്വൽസ് ഓഫ് ദ യജ്ഞങ്ങൾ. യാഗ്ന എന്നൊന്നും വായിച്ചിട്ടിരിക്കരുത്. യജ്ഞങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സാധനമാണ്. സ്പെൽസ് ആൻഡ് ജാംസ് അല്ല, അഥർവവേദാണ്. മെലഡീസ് അല്ല, സോമവേദമാണ്. ഗായത്രി സാമവേദമാണ്, സോമയല്ല, സോറി. ഗായത്രി മന്ത്രം അതല്ല. ഗായത്രി മന്ത്രം ഏതിൽ വരുന്നതാണ്? ഋഗ്വേദത്തിൽ വരുന്നതാണ്. അപ്പോൾ യജുർവേദം വരുന്നത് ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? റിച്വൽസ് ഓഫ് ദ യജ്ഞവുമായി ബന്ധപ്പെട്ട റിച്വൽസിൽ വരുന്നതാണ്. ഇതേ പിടിച്ചോ. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ടേം ഉഭ ഇൻ ഉപനിഷത്ത് മീൻസ്? ഉപനിഷത്തിലെ ഉഭ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഉപനിഷത്തിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിംഗ് ക്ലോസ് ടു ഗുരു. സിറ്റിംഗ് ക്ലോസ് ടു ഗുരു ടു അക്വയർ നോളേജ്. അതായത് ഗുരുവിൽ നിന്നും വിദ്യ അഭ്യസിക്കാനായിട്ട് ഗുരുവിൻ്റെ അടുത്തിരിക്കുക എന്നുള്ളതാണ് ഏത് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അതിൽ ഉപ എന്ന് പറയുന്ന ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. നിയർനെസ് ഉണ്ട്, ടോട്ടാലിറ്റി ഉണ്ട്, സീക്രട്ട് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. നമുക്ക് ഒറ്റ വാക്കിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ നമുക്ക് ആക്കിയാൽ മനസ്സിലാവും. ടോട്ടാലിറ്റി അല്ല, സിറ്റിംഗ് ക്ലോസ് ടു ഗുരു ടു അക്വയർ നോളജ്, അത് ഏതിലും വരില്ല. സീക്രട്ട്, രഹസ്യം ഏതിലും വരില്ല. ഹാപ്പിനെസ്സും ഏതിലും വരില്ല. സിറ്റിംഗ് ക്ലോസ്, അടുത്തിരിക്കുക, അത് ഏതായിട്ട് വരാം? ഈ പറയുന്ന നിയർനെസ് ആയിട്ട് വരാം. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? നിയർനെസ് ആണ്. അപ്പോൾ ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കി വെക്കുക. ഗുരുവിൻ്റെ അടുത്തിരുന്ന് വിദ്യ അഭ്യസിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന വാക്കാണ് ഇതെന്ന് പറയുന്നത് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതിൽ ഉപ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിയർനെസ് ആണ്. ഇനി വേദങ്ങൾ 4 പറഞ്ഞു. വേണമെങ്കിൽ ഞാനൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുതരാം. മൊത്തം എത്ര ഉപനിഷത്തുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 108 ഉപനിഷത്തുകളാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തുള്ളത്, ഇന്ത്യയിലുള്ളത് അറ്റ്ലീസ്റ്റ്. ഇത് നമ്മൾ കുറേ എണ്ണമൊന്നും നമ്മൾ പഠിക്കുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. അതിലിപ്പോൾ എപ്പോഴും പറയുന്ന ഒരു ഉപനിഷത്താണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ മുണ്ടക ഉപനിഷത്ത് എന്ന് പറയുന്നത്. എന്താണ് ഈ മുണ്ടക ഉപനിഷത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം ഒന്നേ ഉള്ളൂ. നമ്മുടെ നാഷണൽ സ്ലോഗൻ ആയിട്ടുള്ള സത്യമേവ ജയതേ അല്ലേ, നമ്മുടെ ലയൺ ക്യാപിറ്റൽ നമുക്ക് അറിയുന്നതാണ്. 4 സിംഹങ്ങളുള്ള ലയൺ ക്യാപിറ്റലിന് അടിയിൽ എഴുതിയിട്ടുള്ള സത്യമേവ ജയതേ അല്ലെങ്കിൽ ട്രൂത്ത് അലോൺ ട്രയംസ്, എല്ലാ കാലത്തും എന്ത് ജയിക്കുള്ളൂ? സത്യം മാത്രം ജയിക്കുള്ളൂ, സത്യമേ അവസാനം ജയിക്കുള്ളൂ എന്ന് പറയുന്ന ഈ സത്യമേവ ജയതേ എന്ന് പറയുന്ന കോട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. എപ്പോഴും ചോദിക്കാറുള്ള ഉപനിഷത്തുകളിൽ ഒന്നാണ്. 108 ഉപനിഷത്തുകൾ ഉണ്ടെങ്കിലും ഒരു 108 വട്ടമെങ്കിലും ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്? മുണ്ടകോപനിഷത്ത്. ഏത് ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എടുത്തിരിക്കുന്നത്? അത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഗുരുവിന്റെ അടുത്തിരുന്ന് വിദ്യ അഭ്യസിക്കുക എന്നാണെന്നും കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ദേ പിടിച്ചോ. അടുത്ത ചോദ്യം, ബൃഹദ്രാണ്യക ഉപനിഷത്ത്, മുണ്ടക ഉപനിഷത്ത് ആൻഡ് തൈത്രിയ ഉപനിഷത്ത് ആർ സം എക്സാമ്പിൾസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് റിലീജിയസ് ടെക്സ്റ്റ്? ഞാൻ വായിച്ചതേ ഉത്തരാണ്. ഈ ബൃഹദ്രാണ്യക എന്ന് പറഞ്ഞാലും മുണ്ടക എന്ന് പറഞ്ഞാലും തൈത്രിയ എന്ന് പറഞ്ഞാലും ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? ഉപനിഷത്തുകളുടെ എക്സാമ്പിൾ ആണ്. ജാതക സ്റ്റോറീസ് അല്ല, പുരാണങ്ങളല്ല, ഇതിഹാസങ്ങളല്ല, എപ്പിക്കുകളല്ല. ജാതക സ്റ്റോറീസ് ആരുടെ പുൻജന്മ കഥകളാണെന്ന് ചോദിക്കാറുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചോളൂ. അവിടെ ഞാൻ പറയും, എന്നിരിക്കലും ഞാൻ പറയണം, ബുധന്റെ മുൻജന്മ കഥകളാണ് ഇതെന്ന് പറയുന്നത്. ജാതക സ്റ്റോറീസ് എന്ന് കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, which of the following is not a part of the Dravidian language family's 4 largest languages? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദ്രാവിഡ ഭാഷയിലെ 4 ഭാഷകളിൽ ഉൾപ്പെടാത്തത് എന്നാണ് എഴുതിയിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. തമിഴുണ്ട്, മലയാളമുണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട്, കന്നഡയുണ്ട്. നമുക്കറിയാം തമിഴും മലയാളവും കന്നഡയും തെലുങ്കുമാണ് ഏതിൽ വരുന്നത്? ദ്രാവിഡിയൻ ഭാഷയിൽ വരുന്നത്. സാൻസ്ക്രിറ്റ് നമ്മളെ അല്ല അല്ലേ, അത് വേദകാലഘട്ടത്തിലെ ഭാഷയാണ്. ദ്രാവിഡിയൻസ് ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അന്ന് അവർ തമിഴും മലയാളവും കന്നഡയും സംസാരിച്ചു എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ദ്രാവിഡ കുലത്തിൽപ്പെടുന്ന ഭാഷയാണ് ഇതെന്ന് പറയുന്നത്. തമിഴും മലയാളവും കന്നഡയും തെലുങ്കൊക്കെ. ഏതല്ല? സാൻസ്ക്രിറ്റ് അല്ല. സാൻസ്ക്രിറ്റ് ആരുടെ കാലത്താണ് വരുന്നത്? വേദിക് ഏജിൽ, ഇപ്പം നമ്മൾ പറയുന്ന കാലഘട്ടത്തിൽ വേദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേദങ്ങൾ എഴുതിയിട്ടുള്ള ഭാഷയാണ് ഇതെന്ന് പറയുന്നത്. സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യ വാസ് നെയ്മഡ് ഭാരത്. ഇന്ത്യക്ക് ഭാരത് എന്ന് പറയുന്ന പേര് വരുന്നത് ആഫ്റ്റർ ദ നെയിം ഓഫ് ഭാരത് ട്രൈബ്. ഇന്ത്യയിൽ പണ്ട് ഭരിച്ചിരുന്ന ഒരു ട്രൈബാണ്, ഒരു രാജവംശമാണ് ഭാരത് ട്രൈബ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേദാസ് ഈസ് ദിസ് ട്രൈബ് ഫസ്റ്റ് മെൻഷൻ? അതായത് ഇന്ത്യക്ക് ഭാരതം എന്ന് പറയുന്ന പേര് വരാൻ കാരണമായ, ഇന്ത്യ ഭരിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഭാരത് ട്രൈബ് എന്ന് പറയുന്ന ആ ഒരു വംശത്തെ പറ്റി ഏത് വേദത്തിലാണ് ആദ്യമായി മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് എന്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ വേദമായിട്ടുള്ള ഋഗ്വേദത്തിൽ തന്നെയാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഒരു RRBയുടെ പഴയ ക്വസ്റ്റ്യൻ ആണ്. സോ ഒന്ന് നോട്ട് ചെയ്തു, അധികം കാണാത്തൊരു ചോദ്യമാണ്. ഇന്ത്യക്ക് ഭാരത് എന്ന് പറയുന്ന പേര് വരുന്നത് ഭാരത് ട്രൈബിൽ നിന്നാണ്. ഈ ഭാരത് ട്രൈബിനെ പറ്റി ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഋഗ്വേദത്തിലാണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. സോറി, RRBയുടെ അല്ല, ഇത് CGLന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. SSC CGL വന്ന ചോദ്യമാണ്. ഇനി RRBക്ക് ഇനി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഈ അടുത്ത CGL ചോദിച്ചൊരു ചോദ്യമാണ്. സോ അത് ഓർത്തു വയ്ക്കുക. ഭാരത് ട്രൈബിൽ നിന്നാണ് ഭാരത് എന്ന് പറയുന്ന പേര് വരുന്നത്. ഇത് ആദ്യമായി മെൻഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഋഗ്വേദത്തിലാണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക.
അന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിന് ആര്യവർത്ത, ആര്യന്മാർ താമസിച്ചിരുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലും എന്ത് ചെയ്യാറുണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു. ആര്യവർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഓഫ് ആര്യൻസ്, ആര്യന്മാരുടെ മണ്ണ് എന്നാണ് അർത്ഥം വരുന്നത്. നമുക്കറിയാം വേദകാലഘട്ടത്തിലൂടെ ഉള്ളത് ആരാണ്, ആര്യന്മാരുടെയാണ് അല്ലെ. അപ്പൊ അന്ന് ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തെ ആര്യവർത്ത എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ മറ്റു ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു പേരാണ് ഭാരതവർത്ത എന്ന് പറയുന്നത്, സോറി ഭാരതവർഷ എന്ന് പറയുന്നത്. അപ്പൊ ഭാരതവർഷ എന്നും കാണാറുണ്ട്, ആര്യവർത്ത എന്നും കാണാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ആര്യവർത്ത എന്ന് പറയുന്നത് തന്നെയാണ്. അന്ന് കാലത്ത് വിളിച്ചിരുന്ന ഒരു പേരാണ് ഇതെന്ന് പറയുന്നത്. ആര്യവർത്ത എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഭാരതവർഷ എന്നും എന്ത് ചെയ്യാറുണ്ട്, നമ്മളോട് വേണമെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, സെയിം ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ലാൻഡ് ഓഫ് ആര്യൻസ്, ആര്യന്മാരുടെ നാട് എന്നുള്ള അർത്ഥത്തിലുള്ളൂ. ഇത് മെൻഷൻ ചെയ്തിരിക്കുന്ന എവിടെയാണ്, ഋഗ്വേദത്തിലാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം അധികം അങ്ങനെ കാണാത്തൊരു ചോദ്യമാണ്. ദ അഥർവവേദ ഈസ് എ കളക്ഷൻ ഓഫ് ഡാഷ് ഖാണ്ടാസ്, ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ അതുപോലെ മണ്ഡലങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് അഥർവവേദം എത്ര കാണ്ഡങ്ങളാണ് അഥർവവേദത്തിലുള്ളത് എന്നാണ് എന്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അഥർവവേദത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഥർവവേദത്തിൽ 20 കാണ്ഡങ്ങളാണുള്ളത്. ഋഗ്വേദത്തിൽ നമ്മൾ 10 മണ്ഡലങ്ങളാണെന്ന് പറഞ്ഞു. അതുപോലെ അഥർവവേദത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്, ഈ പറയുന്ന 20 കാണ്ഡങ്ങളാണുള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനകത്ത് എത്ര ഹൈംസ് ഉണ്ട് എന്നുള്ളത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഋഗ്വേദം പക്ഷെ ചോദിക്കാറുണ്ട് 1028 ഹൈംസ് 10 മണ്ഡലങ്ങൾ എന്നുള്ളത്. എങ്ങാനും വന്നാലോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. 730 ഹൈംസ് ആണ്, മന്ത്രങ്ങളാണ് ഇതിൽ വരുന്നത്. അഥർവവേദത്തിൽ വരുന്നതെന്നും 20 കാണ്ഡങ്ങളാണുള്ളതെന്നും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ ഭാഗത്ത് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, മാനുസ്ക്രിപ്റ്റ്സ് വർ യൂഷ്വലി റിട്ടൺ ഓൺ. അന്നത്തെ കാലത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കാറുള്ളത് എവിടെയായിരുന്നു, നമുക്കറിയാം താളിയോലകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ. അത് മാർബിൾസിലല്ല, തുളസിയിലല്ല, ഇരുമ്പിലുമല്ല, താളിയോലയിലാണ്. നമ്മൾ എന്തെന്ന് പറയും, നമ്മൾ പാം ലീഫ് എന്ന് പറയും. അന്നത്തെ കാലത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിലായിരുന്നു, പാം ലീഫിലാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഏർലിയസ്റ്റ് വേദ, എല്ലാ കാലത്തും ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതെന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്, ഋഗ്വേദ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഓൾഡസ്റ്റ് വേദ, നല്ല ഫ്രഷ് ക്വസ്റ്റ്യൻ, അതും റിപ്പീറ്റ് ഏത് തന്നെയാണ്, ഋഗ്വേദാണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത്, ആസ് പെർ ദ ഋഗ്വേദിക് ഓർ ഏർലി വേദിക് പീരീഡ് 1500 to 1000 BC, വർഷം വേരി ചെയ്യാം, ഒരു റേഞ്ച് ആയിട്ട് ആലോചിച്ചാൽ മതി. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് എ റിവർ ഗോഡസ്. ഏർലി വേദിക് പീരീഡിൽ അല്ലെങ്കിൽ ഋഗ്വേദിക് പീരീഡിൽ രണ്ടും ഒരേ പേരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഋഗ്വേദം ഉണ്ടാവുന്നത്, അതുകൊണ്ട് നമ്മളതിന് ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ലേറ്റർ വേദിക് പീരീഡിൽ എന്തുണ്ടായി, ബാക്കി വേദങ്ങൾ ഉണ്ടായി എന്നുള്ള കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് എ റിവർ ഗോഡസ്, താഴെ തന്നിട്ടുള്ളതിൽ ആരായിരുന്നു ഒരു നദി ദേവത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അഗ്നിയുമല്ല, അരികയുമല്ല, ഉഷയുമല്ല, സിന്ധു എന്ന് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ എന്ന്. അല്ലെങ്കിൽ ഇൻഡസ് എന്ന് നമ്മൾ വിളിക്കുന്ന സിന്ധു ആയിരുന്നു എന്തെന്ന് പറയുന്നത് അന്നൊരു റിവർ ഗോഡസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി സരസ്വതിയും ആൻസറിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്. പക്ഷെ ഇവിടെ സരസ്വതി ഇല്ല, പകരം തന്നിരിക്കുന്ന ഏതാണ്, സിന്ധു ആണെന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തത് അങ്ങനെ കാണാത്തൊരു ചോദ്യമാണ്, ധർമ്മസൂത്രാസ് കണ്ടെയ്ൻ. ഇപ്പൊ നമ്മൾ വേദങ്ങളെ പറ്റി പറഞ്ഞു, ഉപനിഷത്തുകളെ പറ്റി പറഞ്ഞു, എന്താണ് ആരണ്യകം എന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി. അതുപോലുള്ള മറ്റൊരു സാധനമാണ് ധർമ്മസൂത്രാസ് എന്ന് പറയുന്നത്. ധർമ്മസൂത്രാസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാക്കന്മാർക്ക് ഭരിക്കാനുള്ള നിയമാവലിയൊക്കെ അതുപോലെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന ധർമ്മസൂത്രാസ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ഭരിക്കേണ്ടത്, ഏതാണ് ഇതിന്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു രാജാവിന് ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അയാൾ കുടുംബത്തോടുള്ള ധർമ്മം എന്താണ്, നാടിനോടുള്ള ധർമ്മം എന്താണ്, അങ്ങനെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ധർമ്മസൂത്രാസിൽ വരുന്നത്. ബേസിക്കലി അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഭരണാധികാരിയുമായി അദ്ദേഹം പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ, അദ്ദേഹം ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കുന്ന കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ധർമ്മസൂത്രാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അതല്ലാതെ ഒരു എംപയർ പിടിച്ചെടുക്കാനുള്ളതോ സ്ത്രീകൾക്കുള്ളതോ ശ്ലോകങ്ങൾ ചൊല്ലാനുള്ളതോ ആയിട്ടുള്ളത്. ഈ ടെക്നിക്സ് ടു റിസൈറ്റ് ശ്ലോകാസ് ഒക്കെ ഏതുമായി ബന്ധപ്പെട്ട്, ഏത് വേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമവേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സാമവേദം ഉണ്ടായതിന് അതിനാന്നാ പറയും. മ്യൂസിക് എന്ന് പറയുന്നതുമായി നമ്മൾ പറയുമെങ്കിലും വേദങ്ങൾ മര്യാദയ്ക്ക് ചൊല്ലാനായിട്ടുണ്ടായ ഒരു വേദമാണ് ഇതെന്ന് പറയുന്നത്, സാമവേദം എന്ന് പറയുന്നത്. എന്തായാലും ധർമ്മസൂത്രാസ് അധികം കണ്ടിട്ടില്ലാത്തതാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഭരണാധികാരികൾക്കുള്ള നിയമങ്ങളൊക്കെ സംസാരിക്കുന്ന പുസ്തകങ്ങളെയാണ് ഇതെന്ന് പറയുന്നത് ധർമ്മസൂത്രാസ് എന്ന് പറയുന്നത്, ഓർത്ത് വെക്കുക. അടുത്തത്, വിച്ച് ഉപനിഷത്ത് കണ്ടെയ്ൻസ് ദ ടീച്ചിങ് സത്യമേവ ജയതേ ട്രൂത്ത് അലോൺ ട്രയംഫ്സ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, സത്യമേവ ജയതേ നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, മുണ്ടകോപനിഷത്തിൽ നിന്നാണെന്ന് മീൻ ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത്, ഹൗ മെനി പ്രിൻസിപ്പൽ ഉപനിഷത്സ് ആർ ദർ, മൊത്തം എത്ര ഉപനിഷത്തുകളുണ്ട്, അതും നമ്മൾ പറഞ്ഞു. എത്ര എണ്ണാണുള്ളത്, 108 ഉപനിഷത്തുകളാണുള്ളത്. വേദങ്ങൾ 4, ഉപനിഷത്തുകൾ 108 ആണെന്ന് മീൻ ചെയ്തു നമ്മൾ പറയുകയുണ്ടായി.
അടുത്തത് വിച്ച് ഉപനിഷത്ത് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡയലോഗ് ബിറ്റ്വീൻ യമ ദ ഗോഡ് ഓഫ് ഡെത്ത് ആൻഡ് നാച്ചികേത. നാച്ചികേത എന്ന് പറയുന്ന ഒരാളും യമൻ മരണത്തിന്റെ ദേവനായിട്ടുള്ള യമനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഏത് ഉപനിഷത്തിലാണ് മെൻഷൻ ചെയ്യുന്നത്? ഈ അടുത്തപ്പോൾ പല പരീക്ഷകളിലും റീസെന്റ് ആയിട്ട് നടന്ന പല പരീക്ഷകളിലും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ചോദ്യമാണ്. ഒരു എന്താ പറയുക, ഔട്ട് ഓഫ് ദ ബ്ലൂ ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആവർത്തിച്ച് ഇത്രയും അറിഞ്ഞിരിക്കും. ഇതിനെപ്പറ്റി വേറെ ഒന്നും എനിക്കും അറിയില്ല, നിങ്ങളും അങ്ങനെ അറിഞ്ഞിരിക്കണമെന്നില്ല. ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. യമനും നാച്ചികേതനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അതിന് ഭയങ്കര സ്പിരിച്വൽ മീനിങ്ങും ഇൻഡെപ്ത് സാധനമൊക്കെ ഉള്ള സാധനമായിരിക്കും. ഇത് ഏത് ഉപനിഷത്തിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? യമൻ നാച്ചികേതൻ എന്ത് ചെയ്യണം? ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. യമൻ നാച്ചികേത എന്നാണല്ലോ പേര്. നാച്ചികേതൻ എന്ത് ചെയ്തു? ഒരു കഥ പറഞ്ഞു കൊടുത്തു. ആ ഉപനിഷത്തിന്റെ പേരാണ് കഥ ഉപനിഷത്ത് അല്ലെങ്കിൽ കഠോപനിഷത്ത്. ഇത് കഥ ഉപനിഷത്ത് എന്നല്ല, ചില സ്ഥലങ്ങളത് ചേർത്ത് കഠോപനിഷത്ത് അങ്ങനെയാണ് നമ്മളത് വായിക്കുക. കഠോപനിഷത്ത് ഉണ്ടാവും. പക്ഷെ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്തോ? കഥ ഉപനിഷത്ത് എന്ന് ഓർത്തു വെച്ചാലും എന്തില്ല, കുഴപ്പമില്ല. ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉപനിഷത്താണ്, നമ്മുടെ യജുർവേദത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയിലേക്ക് വരുന്ന ഉപനിഷത്താണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന കഠോപനിഷത്ത് എന്ന് പറയുന്ന ഓർത്ത് വയ്ക്കുക. ഇതിൽ യമനും നാച്ചികേതനുമായിട്ടുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ്, അവരുടെ ഒരു സംസാരം മെൻഷൻ ചെയ്തിരിക്കുന്ന ഇതിലാണ്, കഠോപനിഷത്തിലാണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ഒരു ക്ലാസ്സിൽ വേദങ്ങളുടെയും ഉപനിഷത്തുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിട്ട് ചോദിക്കാനുണ്ടായിരുന്നത്. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നല്ലൊരു റിവിഷൻ സെഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പുകൾ വഴിയോ കമൻറ്റുകൾ വഴിയോ ഒക്കെ നമ്മളെ അറിയിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.